എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഒരു നൈറ്റ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ അതിതീവ്രമായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കാരണം നമുക്ക് ലോങ് ടേം ഗോൾസ് എന്നൊക്കെ പറയുമ്പോൾ എക്സാമ്പിളിന് ഒരു ജോലി അല്ലെങ്കിൽ നല്ലൊരു വീട് ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ നമ്മുടെ സ്വപ്നങ്ങളുണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ ശക്തമായ പ്രാക്ടീസിലൂടെയും നിരന്തരമായ പ്രാക്ടീസിലൂടെയും മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ശക്തമായ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നൈറ്റ് മാനിഫെസ്റ്റേഷൻസ് ആണ് കൂടുതലും നമുക്ക് വർക്കാകുന്നത് കാരണം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മുടെ ഓരോ ചിന്തയ്ക്കും വളരെയേറെ പവറുണ്ട് കാരണം നമ്മുടെ ബോധ മനസ്സ് റെസ്റ്റിലാവുകയും പകരം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവായിരിക്കുന്ന സമയമാണ് ഈ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള സമയം. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് നമ്മൾ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ലാസ്റ്റ് ഇംപ്രഷനായി തിരഞ്ഞെടുക്കുന്നതും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പ്രവർത്തിക്കുന്നതും അട്രാക്റ്റ് ചെയ്യുന്നതും അതുപോലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മുടെ ഒരു ലോങ് ടേം ഗോളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, അതിനു വേണ്ടിയാണ് നമ്മളൊരു എഫേർട്ട് എടുക്കുന്നതെങ്കിൽ ഉറപ്പായും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് പെട്ടെന്ന് യൂണിവേഴ്സുമായി കണക്റ്റ് ആവുകയും ആ ഒരു വൈബ്രേഷൻ പെട്ടെന്ന് മാച്ച് ആവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയുന്ന പ്രാക്ടീസ് നിരന്തരമായിട്ട് ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി ഒരു നോട്ട്ബുക്ക് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. വരയിട്ട നോട്ട്ബുക്കും ആവാം, ഇടാത്ത നോട്ട്ബുക്കും ആകാം. ഇടാത്തതാണെങ്കിൽ കൂടുതൽ ബെറ്റർ കമ്പൽ ചെയ്ത് പറയുന്നില്ല, ഇടാത്ത നോട്ട്ബുക്കാണ് ബെറ്റർ. അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾ ഡെയിലി എഴുതേണ്ടത് ആദ്യത്തെ വരി, ഞാൻ ഈ പറയുന്ന വരി അതേപടി നിങ്ങൾ എഴുതുക ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും അതിവേഗം എന്നിലേക്ക് എത്തിച്ചു തരുന്ന ഈ പ്രപഞ്ചശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും അതിവേഗം എന്നിലേക്ക് എത്തിച്ചു തരുന്ന ഈ പ്രപഞ്ചശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു. ഇതായിരിക്കണം ഡെയിലി നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. ശേഷം നിങ്ങളുടെ ആ ഒരു ലോങ് ടേം ഗോൾ ഉണ്ടായിരിക്കുമല്ലോ, എക്സാമ്പിൾ ഒരു വീടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, എന്തു തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഡ്രീം ലൈഫ് ആയിക്കോട്ടെ, എന്താണോ നിങ്ങൾ തിരഞ്ഞെടുത്ത ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത്, അതിനെ നിങ്ങൾ നടന്നു കഴിഞ്ഞതായി കരുതി ഈ പറഞ്ഞ സെൻറ്റൻസിന് തൊട്ട് താഴെ എഴുതുക എക്സാമ്പിളിന്, ഞാൻ ആഗ്രഹിച്ചതുപോലെയും ഞാൻ സ്വപ്നം കണ്ടിരുന്നതുപോലെയുമായ എൻ്റെ സ്വപ്നഭവനം അതിവേഗം എനിക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചതിന് ഞാൻ ഈ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഇതൊരു എക്സാമ്പിളാണ്. നിങ്ങളുടെ ആ ഒരു ഗോള് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ അത് നടന്നതായി കരുതി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തൊട്ട് താഴെ നിങ്ങൾ ഒരു വട്ടം എഴുതുക. ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ പറഞ്ഞ ആഗ്രഹത്തിൻ്റെ സെൻറ്റൻസ് ആയിക്കോട്ടെ, രണ്ടും ഒരു തവണ എഴുതിയാൽ മതിയാകും. ശേഷം കോമൺ ആയിട്ട് പറയേണ്ട കുറച്ച് ഒരു 3-4 അഫർമേഷൻസ് കൂടെ പറഞ്ഞുതരാം. കാരണം നമ്മൾ എന്തൊക്കെ എഴുതിയാലും നമ്മൾ അഫർമേഷൻസും കൂടെ അതിനോടൊപ്പം യൂസ് ചെയ്യുക കാരണം എഴുതുമ്പോഴും അഫർമേഷൻസ് അതുപോലുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുന്നതും നമ്മുടെ വൈബ്രേഷൻ വളരെ പെട്ടെന്ന് ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഈ അഫർമേഷൻസ് കൂടെ ഒന്ന് പറയുക. ഞാൻ എന്നിലേക്ക് വരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഈ പ്രപഞ്ചം ഞാൻ പറയുന്ന ഓരോ വാക്കും സദാ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. ഞാൻ സമാധാനത്തെയും സന്തോഷത്തെയും സമൃദ്ധിയെയും തിരഞ്ഞെടുക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ വേഗം എന്നിലേക്ക് വന്നെത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും അഫർമേഷൻസാണ് ഇത് എഴുതിയതിന് ശേഷം നിങ്ങൾ പറയേണ്ടത്. ഞാൻ എന്നിലേക്ക് വന്നു ചേരുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ഈ പ്രപഞ്ചം സദാ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സമാധാനത്തെയും സ്നേഹത്തെയും സമൃദ്ധിയെയും സ്വീകരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും അതിവേഗം എന്നിലേക്ക് വന്നെത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും അഫർമേഷൻസാണ് നിങ്ങളിത് എഴുതി കഴിഞ്ഞിട്ട് പറയേണ്ടത്. ശേഷം നിങ്ങൾ ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് 1 ടൈമോ 3 ടൈംസോ 5 ടൈംസോ അങ്ങനെ എത്ര വേണമെങ്കിലും ഓഡ് നമ്പർ വൈസ് നിങ്ങൾക്ക് പറയാം. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്
ഒരു വരി കൂടെ ഇതുപോലെ എഴുതുക കേട്ടോ ആ നോട്ട്ബുക്കിൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ താങ്ക് യു സെൻറ്റൻസ് എഴുതുക. രണ്ടാമത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നു കഴിഞ്ഞതായി എഴുതുക, അഫർമേഷൻ പറയുക. മൂന്നാമത് സെയിം അതേ നോട്ടിൽ എഴുതേണ്ടത് ഞാൻ ഈ പ്രപഞ്ചത്തെ പരിപൂർണമായും വിശ്വസിക്കുന്നു. എനിക്ക് ഏറ്റവും നല്ലതെന്താണോ അതെനിക്ക് തിരഞ്ഞെടുത്ത് തരുന്ന ഈ പ്രപഞ്ചത്തിനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തെ പരിപൂർണമായും വിശ്വസിക്കുന്നു. എനിക്ക് എന്താണോ ഏറ്റവും നല്ലത് അതെനിക്ക് എപ്പോഴും തിരഞ്ഞെടുത്ത് തരുന്ന ഈ പ്രപഞ്ചത്തിനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വാക്കാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അത് എഴുതുക തന്നെ വേണം കേട്ടോ. അപ്പം എഴുതേണ്ടത് ഈ 3 കാര്യങ്ങളും അതിനിടയിൽ ഞാൻ പറഞ്ഞ അഫർമേഷൻസും പറയണം. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 3 വട്ടം ബുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു 3 വട്ടം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടത് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്നാണ് കേട്ടോ. ഇത് നിങ്ങളിങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നത് വരെ നിങ്ങൾ തുടർച്ചയായി എഴുതിക്കൊണ്ടേയിരിക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ടാണ് എഴുതുന്നതെങ്കിൽ കഴിവതും നിങ്ങൾ എഴുതുന്ന ഓരോ സെൻറ്റൻസ് ആയിക്കോട്ടെ, പറയുന്ന അഫർമേഷൻസ് ആയിക്കോട്ടെ, കഴിവതും നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിക്കരുത്. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മൾ പറയുന്ന ഇപ്പോൾ കമൻസിലായിക്കോട്ടെ പലരും അഫർമേഷൻസ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പലതും അവരറിയാതെ തന്നെ നെഗറ്റീവ് വേർഡ്സാണ് ധാരാളം ഉപയോഗിക്കുന്നത്. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർത്തു തന്ന പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന് പറയുമ്പോൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് തന്നെ അവിടെ ഒരു നെഗറ്റിവിറ്റി ക്യാരി ചെയ്യുകയാണ് അല്ലേ. അതിന് ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാം, ഞാൻ സാമ്പത്തികമായി വളരെ മുന്നേറിക്കൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്ന് പറയാം. അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പ് നൽകിയതിന് നന്ദി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മനോവിഷമം ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളറിയാതെ നമ്മൾ നെഗറ്റീവ് വേർഡ്സാണ് അഫേം ചെയ്യുന്നതെന്ന് എപ്പോഴും ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഇത് കേട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതേപടി റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് റഫായിട്ടൊന്ന് എഴുതി അതിലൊരു നെഗറ്റീവ് വേർഡ്സും ഇല്ലെന്ന് നിങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം അഫർമേഷൻ രൂപത്തിൽ എഴുതാൻ കേട്ടോ. കാരണം നമ്മളിത് ഡെയിലി പ്രാക്ടീസാണ്. ഡെയിലി നമ്മളറിയാതെ നെഗറ്റീവ് വേർഡ്സ് ചേർത്താണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മൾ പോസിറ്റീവ് എഴുതുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾ ഫ്രെയിം ചെയ്തൊരു അഫർമേഷൻ ആക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കൂ. അതെങ്ങനെയാണ് അതിനെ തിരുത്തി എഴുതേണ്ടതെന്നൂടെ പറഞ്ഞു തരാം കേട്ടോ. കാരണം നമ്മൾ കഴിവതും നെഗറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യാതെ വേണം അഫർമേഷൻസ് അത് അഫേം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഫൈനലായിട്ട് എഴുതി അത് ഡെയിലി അങ്ങ് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ കേട്ടിട്ട് അതിനെ എഴുതിയെടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്താലും മതി. അപ്പോൾ ലോങ് ടേം ഗോൾസിന് ഏറ്റവും നല്ലൊരു പ്രാക്ടീസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. നിങ്ങളുടെ ലോങ് ടേം ഗോൾസൊക്കെ അതിവേഗം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ. ഒപ്പം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.